ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രം മാർത്തോമ പള്ളിയിലേക്കാണ് നമ്മളിന്ന് യാത്ര പോകുന്നത്. അപ്പോൾ ഇതാണ് പോയിൻ്റ് വരുന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്നും അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു വഴിയുണ്ട് കിഴക്ക് ഭാഗത്തേക്ക്. അവിടെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അഴീക്കോട് ജെട്ടി എത്തുന്നതിന് മുമ്പാണ് ഈ സ്റ്റോപ്പ്. അപ്പോൾ അവിടെ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ടാണ് നമ്മുടെ ഈ ഒരു പള്ളി വരുന്നത്. AD 52 നവംബർ 21 തോമസ് ലീഹ ഇവിടെ എത്തിയതായിട്ടാണ് വിശ്വാസം. തുടർന്ന് അദ്ദേഹം 7ഓളം പള്ളികൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ സ്ഥാപിച്ചു. അപ്പോൾ ഫസ്റ്റ് പള്ളി പറവൂർ കോട്ടക്കാവ് പള്ളി നമ്മൾ കവർ ചെയ്തായിരുന്നു. അപ്പോൾ സെക്കൻഡ് പള്ളിയാണ് ഇത്. അപ്പോൾ ഈ പള്ളി ഈ കോലത്തിലാണെന്ന് ആരും കരുതരുത്. ആദ്യമൊക്കെ ഒരു കുരിശടി ആയിരിക്കാം സ്ഥാപിച്ചിട്ടുണ്ടാവുക. അങ്ങനെ അദ്ദേഹം വചനം ഉദ്ഘോഷിച്ചുകൊണ്ട് അന്നത്തെ അന്ന് കേരളവും തമിഴ്നാടൊന്നുമല്ലല്ലോ, ചോള പാണ്ഡ്യ രാജ്യങ്ങളല്ല, ചേര അങ്ങനത്തെ രാജ്യങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ ആ രാജ്യങ്ങളിലേക്ക് പോവുകയും തുടർന്ന് ഇന്നത്തെ തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് അദ്ദേഹം രക്തസാക്ഷിയാവുകയും ഉണ്ടായി. അങ്ങനെ രക്തസാക്ഷിയായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം അവിടെ മറവ് ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം പിന്നീട് ഇറ്റലിയിലേക്കും അങ്ങനത്തെ രാജ്യങ്ങളിലോട്ടൊക്കെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെന്നപ്പോണ്ട് അവിടെ നടന്ന കാലഘട്ടത്തിൽ, അത് കുരിശുദ്ധം നടന്ന കാലഘട്ടത്തിൽ അവിടുന്ന് വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ മാറ്റി. തുടർന്ന് ഇവിടുത്തെ വിശ്വാസികളുടെ നിരന്തരമായ ഒരു പ്രയത്നഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പിൽ വലത് കരത്തിൻ്റെ അസ്ഥി ഇങ്ങോട്ട് കൊടുത്തയക്കാമെന്നൊരു തീരുമാനമുണ്ടായി. അങ്ങനെ 88-90 ദിവസം കൊണ്ടാണ് ഈ പള്ളി ഈ ഒരു രീതിയിൽ നല്ലൊരു വലിയൊരു രീതിയിൽ തന്നെ പണി കഴിപ്പിക്കുന്നത്. ഇവിടെയൊക്കെ തൊട്ടടുത്ത് പുഴയാണ്. അപ്പോൾ ഇതാണ് മാർത്തോമ ആശ്രമം. തൊട്ടടുത്ത് തന്നെ പിൽഗ്രിം സെൻ്റർ ഉണ്ട്. അപ്പോൾ 10-30 ആൾക്കാരൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് താമസിക്കണമെങ്കിൽ ചെറിയൊരു തുക കൊടുത്താൽ ഇവിടെ താമസിക്കാം. ഇതൊരു വില്ലേജ് ഏരിയയാണ്. ഇതിൻ്റെ അടുത്തൊരു താമസ സൗകര്യം കിട്ടാമെന്നൊക്കെ വെച്ചാൽ പ്രാക്ടിക്കലല്ല. കാരണം വില്ലേജ് ഏരിയയാണ്, അതിൻ്റെ പേരിൽ തന്നെ കുറവാണ്. ഇതിന് ചുറ്റും ആ രീതിയിലാണ് പള്ളിയുടെ മുൻവശം. അതിൽ മുകളിലായിട്ട് വിശുദ്ധന്മാരുടെയും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെയും പ്രതിമകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ നേർച്ചകൾ നേർന്നിട്ടുള്ള ആളുകളുടെ വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ തൊട്ടടുത്തുള്ള നോട്ടീസ് ബോർഡിൽ തിരുനാൾ ദിവസത്തെ ചിലവുകൾ കാര്യങ്ങൾ നമുക്ക് വരുന്ന നേർച്ച ചിലവുകൾ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ബുക്ക് സ്റ്റാൻഡ് കാണാം, ഒരു ബുക്ക്ലെറ്റിൻ്റെ. അത് ജർമ്മൻ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഈ ഭാഷയിലൊക്കെ ഈ ബുക്ക്ലെറ്റ് അവൈലബിളാണ്. ₹1 നിക്ഷേപിച്ചിട്ട് നമുക്കത് എടുക്കാം. അപ്പോൾ ഞാനത് ഒരെണ്ണം എടുത്തിട്ട് ഗൂഗിൾ ഡോക്യുമെൻ്റ് ആക്കിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നോട്ടീസൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലെക്സൊക്കെ നിങ്ങൾക്ക് വായിക്കേണ്ടി പോസ് ചെയ്താൽ നല്ല പക്കയായിട്ട് നിങ്ങൾക്ക് വായിക്കാം കേട്ടോ. ആ രീതിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബുക്ക്ലെറ്റ് ഞാൻ എന്തായാലും ഗൂഗിൾ ഡോക്യുമെൻറ്റിൽ ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തുടക്കം തന്നെ അത് ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ഇതാണ് റിസപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളൊന്ന് റിസപ്ഷനിൽ വന്നപ്പോൾ ആ ചേച്ചി ചോദിച്ചു, കാണാനാണോ തിരുശേഷിപ്പ് കാണാനാണോ പ്രാർത്ഥിക്കാനാണോ എന്ന് ചോദിച്ചു. നമ്മൾ തിരുശേഷിപ്പ് കാണാനാണ്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞാൻ ഒന്ന് തുറന്നു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഞാൻ അതിനുള്ളിൽ തന്നെ ഈ ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ വായിച്ച് ഏകദേശം കാര്യങ്ങൾ നമുക്ക് ആദ്യമേ അറിയായിരുന്നു. എന്തിരുന്നാൽ കൂടി ഡീറ്റെയിൽസ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെത്തി 7 പള്ളി സ്ഥാപിച്ചു. അപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രത്യേകതകളുണ്ട് അതൊക്കെ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബോട്ട് സവാരി ഉണ്ട് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കയറുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല തിരുശേഷിപ്പ്. കാരണം അവർ പറയുന്നുണ്ട് ഷൂട്ട് ചെയ്യരുത്. എന്നിരുന്നാൽ കൂടി നമുക്ക് ആദ്യം ഷൂട്ട് ചെയ്ത ക്ലിപ്സ് നമ്മുടെ സുഹൃത്തുക്കൾ മുഖാന്തരം കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിവിടെ കാണിക്കാം കേട്ടോ. ഇപ്പോൾ പള്ളിയിൽ അലങ്കാരപ്പണികൾ കുറവാണ്, ചിത്രപ്പണികൾ കൂടുതലാണ്. മരത്തിന് നീളം ബെഞ്ചുകളാണ് സാധനം ഉണ്ടാവാറ്. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ചെയറാണ്. മാത്രമല്ല എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എന്ന തോമസ് ലീഹയുടെ വചനം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാണുന്ന ചില്ലും കൂട്ടിലാണ്, ഇത് പ്രതിമയാണ്. അതിന് തൊട്ട് വലതുവശത്താണ് ചില്ലും കൂട്ടിലാണ് തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന യേശുവിൻ്റെ പ്രതിമ. അൾത്താര സ്വർണ്ണം പൂശിയ അല്ലെങ്കിൽ പൊന്നും കുരിശ് പോലത്തെ സ്വർണ്ണം പൂശിയ കുരിശ്. നല്ല വിശാലമായ ഹാളാണിത്. ഒരുപാട് വിശ്വാസികൾ ഉൾക്കൊള്ളാവുന്ന ഒരു ഹാൾ തന്നെയാണ് ഇവിടെ പണിതിരിക്കുന്നത്. അപ്പോൾ ചിത്രപ്പണികൾ കൊണ്ട് അലങ്കൃതമാണ് അൾത്താരയുടെ മുകൾ ഭാഗം വരുന്നത്. ഇത് തുറക്കുമ്പോൾ തന്നെ ഈ ഒരു ചില്ലും കൂടി തുറക്കുമ്പോൾ തന്നെ ഒരു ഗ്രിഗോറിയൻ ഭാഷയാണെന്ന് തോന്നുന്നു. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്തിരുന്നാൽ കൂടി ഭാഷ അറിഞ്ഞില്ലെങ്കിൽ നല്ല പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു പാട്ട് അവിടെ മൊത്തത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും.
അപ്പോൾ ഇനി നമ്മൾ തിരുശേഷിപ്പ് കാണാൻ ആ ചേച്ചി വരാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഞാൻ കയറിയ സമയത്ത് ഞാൻ പറഞ്ഞില്ല ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയം കണക്കാക്കിയിട്ട് ഞാനിവിടെ തിരുശേഷിപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വരുന്നതാണ് ചേച്ചി, അടുത്ത ഭാഗത്ത് നടന്നു വരുന്നത്. അപ്പോൾ ആ ചേച്ചി വന്ന് ഇത് തുറന്ന് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. പക്ഷേ ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് കിട്ടിയ ക്ലിപ്സാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചില്ലുംകൂട്ടിലിൻ്റെ ഉള്ളിലാണ് തിരുശേഷിപ്പ് വരുന്നത്. ഒരുപാട് വിശ്വാസികൾ വരുന്നതാണ്. 2014 തുടങ്ങി പള്ളിയിൽ രാമായണ മാസാചരണം, ഇഫ്താർ വിരുന്ന്, ഓണാഘോഷം അത് മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാം സ്ഥാനമാണ് കൊടുങ്ങല്ലൂർ ഉൾപ്പെടുന്ന ഈ ഒരു പ്രദേശങ്ങൾക്ക്. ഇവിടെ മുസ്ലിംസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥാപനവും കൂടിയാണ് ഈ മാർത്തോമ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാർത്തോമ പള്ളി, ചേരമാൻ ജുമാ മസ്ജിദ്, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം, കീഴ്ത്തളി ശിവക്ഷേത്രം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ തിരുശേഷിപ്പിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സും അടച്ചു വെച്ചിരിക്കുകയായിരിക്കും. ഇപ്പോൾ മെയിൻ ചില്ല് തുറന്നില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. മെയിൻ ചില്ല് തുറന്ന് ആ താക്കോലുകൊണ്ട് തന്നെ ഇതും കൂടി ആ ചെറിയൊരു ബോക്സ് നിങ്ങൾ കണ്ടില്ലേ, ആ ബോക്സ് കൊണ്ട് തുറന്നാൽ മാത്രമേ കാണാൻ പറ്റൂ. ആ ബോക്സ് തുറക്കുമ്പോഴാണ് ലൈറ്റും പാട്ടും ഒക്കെ കൂടിയൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് തിരുശേഷിപ്പ് വരുന്നത്. ഇതും ചില്ലിട്ട് അടച്ചേക്കും കേട്ടോ. അപ്പോൾ 2 ഡോറാണ് ശരിക്കും തിരുശേഷിപ്പിന് അവർ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വലിയ ഡോറും ഒന്ന് ഈ ചെറിയ ഡോറും. അപ്പോൾ എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. മാക്സിമം ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ തന്നെയാണ് നമ്മൾ കണ്ടപ്പോഴും ഇങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. നമുക്കൊന്നും കൂടിയും അടുത്ത് പോയിന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാമെന്നുള്ളൂ. ഒരുപാട് ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ച ഒരു റൂമിലാണ് തിരുശേഷിപ്പ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി വിശേഷ അവസരങ്ങളിൽ ഇത് പുറത്തെടുക്കാറുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു. തിരുശേഷിപ്പല്ല, തിരുശേഷിപ്പ് അടങ്ങിയ ബോക്സ്. അപ്പോൾ ഇതാണ് പള്ളിയുടെ പുറത്തെ വിഷ്വൽ വരുന്നത്. നല്ല വലിയ പള്ളിയാണ്. അപ്പോൾ ഈ നിൽക്കുന്നവർത്തെ പള്ളിയിലച്ഛനാണെന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ ഒരു ഫാമിലി ഒരു ബോട്ട് റൈഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പള്ളിയിലച്ഛൻ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബോട്ടിൻ്റെ ഡ്രൈവറായിട്ട്. അങ്ങനെ തുടർന്ന് അവർ വരണ വരെയും ഈ ബോട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കും. 40 പേർക്കുള്ള ബോട്ടാണ്. പക്ഷേ 3-4 പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്നത് ബോട്ട് ജെട്ടിയാണ്. അതും മുസ്ലിംസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ബോട്ട് ജെട്ടിയാണ്. അപ്പോൾ മുസ്ലിംസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബോട്ട് ഈ പള്ളിയുടെയാണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് കിട്ടിയ ബുക്ക്ലെറ്റിലും അവരെഴുതിയിട്ടുണ്ട് ബോട്ട് സവാരി ഉണ്ടെന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ട് പള്ളിയുടെയാണ്. എന്നിരുന്നാൽ കൂടി അപ്പുറത്തുള്ള ബോട്ട് ജെട്ടി മുസ്ലിംസിൻ്റെയാണ്. മുസ്ലിംസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുറേ ഭാഗം ഇതുപോലെ കറങ്ങാറുണ്ട്. മാർത്തോമ പള്ളി, കോട്ടപ്പുറം മുസ്ലിംസ് പാർക്ക്, അത് നമ്മൾ പല സമയത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ്, കീഴ്ത്തളി ശിവക്ഷേത്രം, പാലിയം കൊട്ടാരം, പറവൂർ മാർക്കറ്റ്, പറവൂർ ജൂത സിനഗോഗ്, അങ്ങനെ കുറച്ച് ഏരിയ കറങ്ങിയിട്ടാണ് വരാം. നേരെ കാണുന്ന ഭാഗം മുനമ്പാണ് കേട്ടോ. അപ്പോൾ നേരത്തെ കണ്ട പാലം കൊടുങ്ങല്ലൂർ എറണാകുളം ജില്ല അല്ലെങ്കിൽ തൃശ്ശൂർ എറണാകുളം ജില്ലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് ഇവിടെ റൈഡ് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫാമിലിയാണ് അത് ബുക്ക് ചെയ്തിരുന്നത്. അവർ റൈഡ് എന്തായാലും പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഡ്രൈവറോട് സംസാരിച്ചിരുന്നു. 1800 രൂപയാണ് വരുന്നത്. മൂത്തൊന്നും പാലം ആ ഭാഗമൊക്കെ പോയിട്ട് ഇവർ കറങ്ങി വരും. നേരെ അപ്പുറം കാണുന്ന കര മുനമ്പ ഹാർബറിൻ്റെ ഒരു ഭാഗമാണ്. അതാണ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത്. തൊട്ടിപ്പുറം സത്താർ ഐലൻഡ്, പിന്നെ വലിയ പണിക്ക് തുരുത്ത് എന്ന് അറിയപ്പെടുന്ന VP തുരുത്ത്. അത് കഴിഞ്ഞിട്ട് പറവൂർ ജില്ലയുടെ ഭാഗം, എറണാകുളം ജില്ലയിലെ പറവൂരിൻ്റെ ഭാഗമായിട്ടുള്ള മൂത്തോന്നം. അപ്പോൾ ഇത്രയാണ് ഭാഗം. പടിഞ്ഞാട്ട് അറബിക്കടൽ. അപ്പോൾ ഈ കായലിലൊക്കെ വെള്ളപ്പൊക്ക സമയത്ത് ഒരുപാട് വെള്ളം പൊന്തിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയുടെ ഈ ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം കവർ ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ